ചരിത്രത്തിൽ ഒരു ആരോപണം എൻ്റെ പേരിൽ വന്നിട്ടില്ല. ഒരു സ്ത്രീയോടും മോശമായിട്ട് ഞാൻ പെരുമാറിയിട്ടില്ല. എല്ലാവരും ചോദിച്ചു ആരോപണമാണ്. ആരോപണത്തിൽ കാര്യമില്ലല്ലോ. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുഖ്യമന്ത്രി എത്തും. അതിനുമ്പോൾ ഞാൻ പോകും. പക്ഷെ അതിൻ്റെയൊക്കെ തെളിവുകളും കാര്യങ്ങളുണ്ട്. ജനറൽ ബോഡിയിൽ എല്ലാം ഉണ്ടാവും. പുതിയ വിശേഷം എത്ര ഉള്ളൂ. വേറെ ഒന്നും മിണ്ടരുതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ജനറൽ ബോഡിയിലുണ്ട്. വേറെ ഒന്നും പറയാൻ പറ്റില്ല. അത് ഒന്നുമില്ല. ഒന്നും എൻ്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന അതെ അതെ അതെ. പക്ഷെ അതിൻ്റെയൊക്കെ തെളിവുകളും കാര്യങ്ങളുണ്ട്. ജനറൽ ബോഡിയിൽ എല്ലാം ഉണ്ടാവും. ജനറൽ ബോഡി തീരുമാനിക്കട്ടെ. എല്ലാവരും സപ്പോർട്ടാണെങ്കിൽ സന്തോഷം. ഞാൻ മിണ്ടരുതെന്ന് പറഞ്ഞിരിക്കും. ഞാൻ പാലിക്കുന്നു. ഞാൻ ആരെക്കുറിച്ചും കൊടുത്തോട്ടെ. എന്റെ ചോര വേണമെങ്കിൽ കുടിച്ചോട്ടെ, കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. എന്റെ ചോര കുടിക്കണം, കുടിച്ചോട്ടെ. ഇത്രയും കാലം ചോര നീര് അമ്മക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ തെളിവുകളും ഉണ്ട്. ജനറൽ ബോഡിക്ക് കാണാം. ഗുരുതരമായ ആരോപണം, തെളിവും കാര്യങ്ങളും വേണ്ട. വേറെ ആരോപണമാണ്. ആരോപണത്തിൽ കാര്യമില്ലല്ലോ. അതിന്റെ കാര്യങ്ങൾ വേണം, തെളിവ് വേണം. അതിനുള്ള സാക്ഷികളൊക്കെ ഉണ്ട്. അപ്പൊ അത് ജനറൽ ബോഡിയിൽ പറയട്ടെ. ജനറൽ ബോഡി എന്നെ തീരുമാനിക്കും. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം തന്ന് വിജയിപ്പിക്കുന്ന സംഘടനയാണ് അമ്മ. അപ്പൊ ആ സംഘടന തീരുമാനിച്ചോട്ടെ. അതെ പന്നി. ഇവന്റെ കടയുടെ ഉദ്ഘാടനം നല്ലൊരു ദിവസമാണ്. നമ്മുടെ സ്വന്തം അനിയനാണ്. എല്ലാ കാര്യവും നോക്കുന്ന ആളാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓടി കപ്രശ്ശേരി കാശ് ചോദിക്കാറില്ല. നമ്മൾ ഇട്ട് കൊടുക്കുകയും ചെയ്യും. ഉദ്ഘാടനത്തിനും നമ്മൾ ഇങ്ങോട്ടൊന്നും ചോദിക്കാറില്ല. ഇതൊരു ബന്ധത്തിന്റെ പുറത്ത് വരുന്നതാണ്. ഇതൊക്കെ സ്നേഹബന്ധങ്ങളാണ് നമ്മുടെ നാട്ടില്. ഈ നാട്ടുകാരാണ് നമ്മുടെ എല്ലാ. ഒരു സ്ത്രീയോടും മോശമായിട്ട് ഞാൻ പെരുമാറിയിട്ടില്ല. എല്ലാവരും ചോദിച്ചു ഇഷ്ടമാണോ? നമ്മുടെ നാട്ടുകാരാണ്. 10-25 വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. പറയണവര് പറഞ്ഞു. പ്രസിഡന്റും ആർക്കെന്തും ആരോപിക്കാം. അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. ആണുങ്ങൾക്ക് പറഞ്ഞാൽ ആരും സപ്പോർട്ട് കിട്ടും. വരട്ടെ. ഞാൻ ആരുടെ സപ്പോർട്ട് ചോദിച്ചിട്ടില്ല. എന്നെ അറിയാവുന്ന ആൾക്കാർ ഒന്നാമത്. ഇത് നിർത്തി. ഇത് ഉദ്ഘാടനമാണ്. ഈ കടയുടെ പേരെന്താണ്? ഇലക്ട്രോമോൾ ഇലക്ട്രിക്കൽസ് ആണ്. ഞങ്ങളുടെ ആലുവയിലെ കപ്രശ്ശേരിയുടെ സ്വന്തമായി തീരാൻ പോകുന്ന ഒരു ഇതാണ്. അതായത് വീട്ടിൽ കറണ്ടും ലൈറ്റും വെള്ളമില്ലാണ്ട് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി മുതൽ ഈ നാട്ടുകാർ ഇവിടെ നിന്നായിരിക്കും ഇതെല്ലാം മേടിക്കുന്നത്. ഇത്രയും പബ്ലിസിറ്റി പോലെ അമ്മ നേതൃത്വത്തിൽ സ്ത്രീകളുടെ ഒരു അമ്മയൊക്കെ ഇവിടെ നിന്നാണ് കറണ്ടിന് എല്ലാത്തിനും. എൻ്റെ അമ്മയുടെ വീട്ടിൽ, എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ ഒക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പം തന്നെ വിളിച്ച് പറയും. എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ അല്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇദ്ദേഹത്തിന് വിളിച്ചാൽ കൃത്യമായിട്ട്, അതായത് കൈപ്പുണ്യം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇദ്ദേഹത്തിന്. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുടരേണ്ടി വരില്ല. അതുകൊണ്ട് കടക്കാർക്ക് നഷ്ടമാണ്. കാരണം വേണ്ട സാധനങ്ങൾ മേടിക്കില്ല. ഇനിയിപ്പോൾ എന്താണ് ഫിറ്റ് ചെയ്യാൻ പോകണമെന്ന് അറിയാൻ പറ്റില്ല. മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം അമ്മയ്ക്ക് ഏറ്റവും ഒരു കളങ്കം. അമ്മയ്ക്ക് ഏറ്റവും ഒരു കളങ്കമല്ലേ എൻ്റെ അമ്മയ്ക്കോ? അല്ല, എൻ്റെ അമ്മേനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ അമ്മയുണ്ടല്ലോ. എൻ്റെ അമ്മ എന്ത്? അതെ അതെ അതെ, ഞങ്ങളുടെ അമ്മ. സ്ത്രീകളുടെ ഭരണ നേതൃത്വം ഒരു ശരിയായ രീതിയിലാണെന്ന് തോന്നുന്നില്ല. സ്ത്രീകൾ ഭരിക്കട്ടെ. പ്രസിഡന്റ് വന്നു. പാറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുഖ്യമന്ത്രി എത്തും. അതിനുമ്പോൾ ഞാൻ പോകും. MLA വരുന്നുണ്ടോ? സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയെങ്കിലും 2 വാക്ക് പറയും. എനിക്ക് സ്നേഹിക്കുന്നവർ ഇവർ പറയും 2 വാക്ക്. അല്ല, അവർ പറഞ്ഞു. നിങ്ങളെല്ലാവരും കൈവയ്ക്കുക കാണിച്ചു. എന്നെ സ്നേഹിക്കുന്നവർ അവരല്ലേ. ഞാൻ മറ്റേ പെട്ടെന്ന് മുളച്ചു വന്ന സൂപ്പർ സ്റ്റാർ ഒന്നുമല്ലോ. ഞാൻ അമ്പലപ്പറമ്പ് പള്ളിപ്പറമ്പുകളിൽ നിന്നും പരിപാടി നടത്തി അങ്ങനെ അമ്മയിലെത്തി. അമ്മയിൽ ഈ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് 10 വർഷം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നവരിൽ ഒരാളാണ് ഞാൻ. അങ്ങനെ അവർ തിരഞ്ഞെടുത്തിട്ടാണ്. അവർക്ക് വേണ്ടെങ്കിൽ ഞാൻ വേണ്ട. എനിക്ക് 10 പൈസ അവിടെ നിന്ന് ലാഭമുള്ള കാര്യമല്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് ഡീസൽ അടിച്ച് അവിടെ വന്ന് പ്രവർത്തിക്കുന്നതെന്ന് അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. ഇതുവരെയായിട്ട് ഒരു ആരോപണം വന്നിട്ടില്ല. ചരിത്രത്തിൽ ഒരു ആരോപണം എൻ്റെ പേരിൽ വന്നിട്ടില്ല. ഇപ്പം ഇത് ടാർഗറ്റഡ് ആണെങ്കിൽ ആയിക്കോട്ടെ. ഇനിയൊന്നും പറയാൻ പാടില്ല. നീ എന്നെ പറയിപ്പിക്കണം.